ശങ്കരൻകുട്ടിച്ചേട്ടൻ എങ്ങോട്ടാ? ശങ്കരൻകുട്ടിച്ചേട്ടൻ എന്നെ തന്നെയാണ്. സന്തോഷം. എന്റെ പേരെങ്കിലും അതാണെന്ന് സമ്മതിച്ചല്ലോ. പേര് മാത്രല്ല, എല്ലാം ഞാൻ അറിഞ്ഞു. ഈശ്വരൻ നമ്മളെ രക്ഷിച്ചു മോളെ. അനന്തൻ എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ചു. എവിടെ എവിടെ ഉണ്ട് അനന്തൻ? എന്തായാലും മുഹൂർത്തത്തിന് മുൻപ് എത്തിക്കാമെന്ന് രവി ഏറ്റിട്ടുണ്ട്. അനന്തേട്ടൻ വരാതിരിക്കില്ല. മുല്ലയ്ക്കൽ അമ്മാവന്മാരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ആർക്കറിയാം? ഒന്നിനും മടിക്കാത്തവരാണവർ. അനന്തേട്ടൻ വരുമ്പോ ശങ്കരൻകുട്ടിച്ചേട്ടൻ ഇവിടെ ഉണ്ടാവണം. നമ്മുടെ ആൾക്കാർക്കെല്ലാം ഇവന്റെ ഈ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അല്ല, ഈ വരണ സ്വീകരിക്കുന്ന തിരക്കിനിടയിലെ ചിലപ്പോ അവനങ്ങ് ഇടിച്ചു കയറിക്കളയും. ഏതായാലും ഈ നാസുരക്കാരെ കൂടി ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം. നാസുരം, ആശാനെ, ഈ ഫോട്ടോയിൽ കാണുന്ന ഇവനെ ഇവിടെ എവിടെയെങ്കിലും വെച്ച് കണ്ട അപ്പനെ വിവരം അറിയിക്കണം. ശരി, என்ன விஷயம் என்ன? അതൊക്കെ പിന്നെ പറയാം. என்னன்னா பொன்னிச்சாமி ஏங்க இந்த போட்டோல இருக்கிற ஆளை உள்ள விடக்கூடாதான், புரிஞ்சுதா? சரிங்க. அது நான் பாத்துக்கிறேன்னு. என்ன அடிப்பா? நான் அடிக்கிற மாதிரி அடிப்பா, பறந்து அடிப்பா. அட நீ ஒண்ணு அடிக்கிறத சொல்ல வேண்டிய அவசியம் இல்ல, அடிச்சா போதும். தெரிஞ்சதா? நீங்க படிக்கண்ணா. அடியே. மதி மதி இஞ்சி மாய்க்க അവിടെ നിന്ന് അടിക്കപ്പോ. എന്താ നാദസ്വരക്കാരെല്ലാം താടിക്കാരാണല്ലോ. നാദസ്വരോ അതോ താടിസ്വരോ? ആ മേളം കൊടുക്കട്ടെ കൊടുക്കട്ടെ. മോനെ അച്ചോളിനെന്തി അപ്പുറത്തുണ്ടാ? ആ വാ മോളെ. അനന്ത എവിടെ അമ്മാവാ? അവനെത്തേണ്ട സമയം കഴിഞ്ഞു. ചിലപ്പോ വല്ല ട്രാഫിക് ബ്ലോക്കോ മറ്റായിരിക്കും. ഏതായാലും മുഹൂർത്തത്തിന് എന്നെ വിവാഹം നടക്കട്ടെ. അത് നടക്കില്ലെന്ന് നേരത്തെ അമ്മാവനോട് പറഞ്ഞതല്ലേ? എന്താ മോളെ ഇത്? അനന്തനോടുള്ള കണക്ക് തീർക്കലൊക്കെ വിവാഹത്തിന് ശേഷമാകാമല്ലോ. അത് പോരാ, അനന്തു എത്തിയാലേ എന്റെ വിവാഹം നടക്കൂ. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഒന്നും ആലോചിക്കാനില്ല. അവളെ വിളിച്ചകത്തേക്ക് കൊണ്ടുപോകണം. കല്യാണം മാറ്റിവെച്ചതൊക്കെ പതിവാ. വിവാഹം മുടങ്ങിയ ദുഃഖം സഹിക്കാതെ വധു ആത്മഹത്യ ചെയ്തു. നീ പറഞ്ഞു വരുന്നത് അത് തന്നെ. ആത്മഹത്യ ഒന്ന് കൂട്ടുകാരിയോട് ഫോണിൽ പറഞ്ഞില്ലേ, അത് തന്നെ തെളിവാ. ആ പിന്നെ അതിനു മുമ്പ് അവൾ എഴുതി വില്ല് കൈക്കലാക്കണം. വാ. അനന്ത താടി മുടി പോന്നു.
മുടി വേണം തിന്നാ പിടി. മോളെ ക്ഷമിക്കൂ മോളെ.